السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, ഖുർആനിൻ്റെ അകമ്പൊരുൾ സൂറത്ത് ഹജ്ജിലാണ് നാം എത്തി നിൽക്കുന്നത്. അൽ ഹജ്ജ് എന്ന അധ്യായം ഖുർആനിലെ 22-ാമത്തെ അധ്യായമാണ്. 78 വചനങ്ങളാണ് അതിലുള്ളത്. 78 വചനങ്ങൾ, 1274 വാക്കുകളും 5196 അക്ഷരങ്ങളുമാണ് ഈ സൂറയിലുള്ളത്. 1274 വാക്കുകൾ, കലിമത്തുകളുണ്ട്. അതിൽ 160 കലിമത്തുകൾ ആവർത്തിച്ചു വന്ന് 739 പ്രാവശ്യം. അതാണ് 160 കലിമത്തുകൾ ആവർത്തിച്ചു വന്നത് 739 പ്രാവശ്യമുണ്ട്. ആവർത്തിക്കാത്ത കലിമത്തുകൾ, വാക്കുകളുള്ളത് 535. അപ്പോൾ 535 പ്ലസ് 739 സമം 1274. ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മൾ ഇത്രയും വാക്കുകൾ പഠിച്ചാൽ ഈ സൂറ നമുക്ക് പഠിക്കാൻ കഴിയും എന്നർത്ഥം. ഇതിൽ ലഫ്ളുൽ ജലാല, അല്ലാഹ് എന്ന വാക്ക് 75 തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. 75 തവണ. 28 അക്ഷരങ്ങളാണ്, ആൽഫബറ്റ്സ് അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ഖുർആൻ മറിച്ച് നോക്കുമ്പോൾ 332 മുതൽ 341 വരെയുള്ള പേജുകളിലാണ് ഈ സൂറയുള്ളത്. 17-ാമത്തെ ജുസിയിൽ ആരംഭിച്ച് 17-ാമത്തെ ജുസിയിൽ തന്നെ അവസാനിക്കുന്നു. 34-ാമത്തെ ഹിസ്ബിൽ ആരംഭിച്ച് 34-ാമത്തെ ഹിസ്ബിൽ തന്നെ അവസാനിക്കുന്നു. ഈ സൂറയിൽ 2 അക്ഷരങ്ങൾ, ലാമ് മീം, ഈ 2 അക്ഷരങ്ങൾ ഈ സൂറയിലെ എല്ലാ ആയത്തുകളിലും വന്നിട്ടുണ്ട്. അതും ആവർത്തിച്ചു വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഹജ്ജ് എന്താണ് നമുക്കറിയാം. ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? ഹജ്ജ് സത്യത്തിൽ മനുഷ്യനെ നവീകരിക്കാനുള്ള, വൃത്തിയാക്കാനുള്ള, ശുദ്ധിയാക്കാനുള്ള വളരെ കടുപ്പമുള്ള ഒരു ഈമാനിക കോഴ്സാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഹജ്ജ് ഒരു കേവലം ആരാധനയല്ല, മറിച്ച് അത് മനുഷ്യനെ നവീകരിക്കാൻ വേണ്ടിയുള്ള, സമ്പൂർണ്ണ നവീകരണത്തിന് വേണ്ടിയുള്ള ഒരു യാത്രയാണ്. അതാണ് ഹജ്ജ്. ഒരു വലിയൊരു ഈമാനികമായ കോഴ്സാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത്. അതിലെ പ്രവർത്തനങ്ങൾ സത്യത്തിൽ ഒരു ട്രെയിനിങ് തന്നെയാണ് മനുഷ്യജീവിതത്തിലുള്ള. അല്ലെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എവിടുന്ന് മുതൽ നമ്മുടെ ഇഷ്ടപ്പെട്ട വസ്ത്രം അഴിച്ചു വെക്കുന്നത് മുതൽ, ഇഷ്ടപ്പെട്ട വസ്ത്രം അഴിച്ചു വെച്ചാണ് ഹജ്ജിൻ്റെ വസ്ത്രം ധരിക്കുന്നത്. അതോടുകൂടി നമ്മളെല്ലാ ഈഗോകളും പൊട്ടുകയാണ്. എല്ലാവരും ധരിക്കുന്നത് ഒരേ വസ്ത്രമാണ്. അത് അള്ളാഹുവിനോടുള്ള ബഹുമാനമാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയോടുള്ള, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളോടുള്ള ബഹുമാനമാണ്. അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇഹ്റാം ചെയ്ത്, തവാഫ് ചെയ്ത്, ഇഹ്റാമിലൂടെ ലബ്ബൈക എന്ന് പ്രഖ്യാപിക്കുമ്പോൾ സത്യത്തിൽ സമ്പൂർണമായ സമർപ്പണത്തിന് ഞാൻ തയ്യാറാണ് എന്ന് പറയുകയാണ്. അല്ലേ? തവാഫ് കഴിഞ്ഞ് സഅയ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ വളരെ കൃത്യമായി പറയുകയാണ്, ജീവിതമെന്ന് പറയുന്നത് കുറേ അധ്വാനമാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കലാണ് ജീവിതം എന്ന് പറയുന്നത് എന്ന്. അറഫയിൽ നിൽക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ അറിയുകയാണ്, നമ്മൾ അറഫയാണ്, അറിയുകയാണ് എന്ത്? അള്ളാഹുവിലേക്കല്ലാതെ മറ്റെവിടേക്കും എനിക്ക് അഭയം തേടി പോകാനില്ല എന്ന്. ഇങ്ങനെ ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളും അങ്ങനെയാണ്. അത് തന്നെയാണ് ഈ സൂറയും.
ഈ സൂറ ഹജ്ജ് എന്താണോ മനുഷ്യനെ ചെയ്തത്, അതാണ് ഈ അധ്യായം മനുഷ്യനെ ചെയ്യുന്നത്. അഥവാ ഈ സൂറയിൽ കയറി സൂറയിലൂടെ നാം കടന്ന് പുറത്തേക്ക് കടക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മളൊരു പുതിയ മനുഷ്യനായി മാറും. ഹജ്ജിന് പോയി തിരിച്ചു വരുമ്പോൾ ഒരു പുതിയ മനുഷ്യനാവെന്ന് പറഞ്ഞില്ലേ, ഉമ്മ പറ്റ കുഞ്ഞിനെ പോലെ നിഷ്കളങ്കനായ, അതാണ് ഈ സൂറയിലുമുള്ളത്. ഈ സൂറ സത്യത്തിൽ ഈ സൂറ വല്ലാത്തൊരു അത്ഭുതമാണ്. ആ നിലക്ക് നോക്കുമ്പോൾ മനസ്സിലായി. ഈ സൂറയിൽ പ്രതിപാദിക്കുന്നത് ഹജ്ജിൻ്റെ മനാസിക്കുകൾ അല്ല, സത്യത്തിൽ ഹജ്ജിൻ്റെ കർമ്മങ്ങളുടെ ഫിഖ് അല്ല ഇവിടെ പറയുന്നത്, മറിച്ച് അള്ളാഹുവിലേക്ക് തയ്യാറെടുക്കാൻ വേണ്ടിയുള്ള ഫിഖാണ് പറയുന്നത്. അള്ളാഹുവിലേക്ക് യാത്ര പോകാൻ വേണ്ടി തയ്യാറെടുക്കാനുള്ള ഫിഖ് എന്താണോ അതാണ് ഇതിൽ പറയുന്നത്. അല്ലാതെ കേവലം ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒന്നല്ല. മനസ്സിലായില്ലേ? ഇത് നമ്മളെ പഠിപ്പിക്കുകയാണ് സത്യത്തിൽ. മനുഷ്യ, നീ അള്ളാഹുവിൻ്റെ മുമ്പിൽ, നിന്റെ റബ്ബായ അള്ളാഹുവിൻ്റെ മുമ്പിൽ നീ വളരെ ചെറിയവനാണ്. നിന്റെ യജമാനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ നീ കീഴൊതുങ്ങേണ്ടവനാണ്. അത് രൂപത്തിലും ഭാവത്തിലുമല്ല, മറിച്ച് നമ്മുടെ ആത്മാവും നമ്മുടെ ഹൃദയവും കീഴൊതുങ്ങണം. അതാണ് ഇതിലുള്ള ഓരോ വചനങ്ങളും നമ്മളോടൊരു കാര്യം ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹു ഇതിൽ ഓരോ ഭാഗവും, അതിനൊരു പ്രത്യേകത, അനുസരണക്കേട് കാണിക്കാൻ കഴിയാത്ത അത്ര വലിയവനാണ് അള്ളാഹു. അതുപോലെ ആരാധനയ്ക്ക് ഏറ്റവും അർഹനായവൻ അവനാണ്. അവന് വേണ്ടി കണ്ണുനീർ പൊഴിക്കുന്നതും അവന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാനും ഏറ്റവും യോഗ്യനായവനാണ് അവൻ. അവൻ്റെ മുമ്പിൽ കണ്ണുനീർ പൊഴിക്കാനും അവന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാനും യോഗ്യനാണ് അള്ളാഹു. അത് ഈ സൂറയുടെ ഓരോ വരികളിലുമുണ്ട്. സത്യത്തിൽ ഹജ്ജ് ഒരു പാഠശാലയാണെങ്കിൽ ആ പാഠശാലയിൽ വിദ്യാർത്ഥിയെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഹഷിയത്തോടുകൂടി, ഭയഭക്തിയോടുകൂടിയുള്ള ഒരു ജീവിതമാണ്. ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ മുഴുവൻ ഉള്ളത് അതാണ്. ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ പരിപൂർണമായ കീഴൊതുങ്ങലാണ്, സമർപ്പണമാണ്. ഒരു തർക്കവുമില്ലാത്ത ഒരു ഇബാദത്ത്, തർക്കങ്ങൾ പാടില്ലാത്ത ഒരു ഇബാദത്ത്, സമ്പൂർണമായ സമർപ്പണമാണ്. ഹജ്ജിലുള്ളത് കൊടുക്കലും വാങ്ങലുമാണ്. കൊടുക്കാനും വാങ്ങാനും ഹജ്ജ് പഠിപ്പിക്കുന്നുണ്ട്, അല്ലെ? ദുനിയാവിൽ നിന്ന് മാറി നിൽക്കാൻ ഹജ്ജ് പഠിപ്പിക്കുന്നുണ്ട്. ദുനിയാവിൻ്റെ ആരവങ്ങൾക്കൊപ്പമല്ല, അള്ളാഹുവിൻ്റെ ആരവങ്ങൾക്കൊപ്പമാണ് മനുഷ്യൻ പോകേണ്ടത് എന്ന് ഹജ്ജ് പറയുന്നു. ഹജ്ജ് പാഠശാലയിൽ മുസ്ലിമിനെ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ ആദരവും, അള്ളാഹുവിനോടുള്ള ആദരവും അള്ളാഹുവിനോടുള്ള സമർപ്പണവും പരിശീലിപ്പിക്കുന്നുണ്ട്. ഇല്ലാത്തൊരു സംഭവമാണ്. നിങ്ങൾ ആലോചിച്ചു, ഹജ്ജിൽ ബലി നടത്തുന്നുണ്ട്, ഹജ്ജിൽ ബലിയുണ്ട്. ദുനിയാവിലെ ജീവിതത്തിൽ നിന്നുള്ള വേർപിരിയലുണ്ട്. നമ്മളിതുവരെ ജീവിച്ച സാഹചര്യത്തിൽ, കുടുംബത്തിൽ നിന്നൊക്കെ. ഇതൊക്കെ ത്യാഗത്തിൻ്റെ പാഠങ്ങളാണ്, ത്യാഗത്തിൻ്റെ പാഠങ്ങൾ. ഇതൊരു വല്ലാത്ത പരിശീലനമാണ്. ആ പരിശീലനമാണ് നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് ആരെങ്കിലും ഉയരണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ സ്ഥാനമാനങ്ങൾ കിട്ടുന്ന ഉന്നതനാകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവൻ ഈ അൽ ഹജ്ജ് എന്ന അധ്യായത്തിലേക്ക് വരണം. ആ ഹജ്ജ് എന്ന അധ്യായത്തിൽ അള്ളാഹുവിലേക്കുള്ള ഒരു പുതിയ യാത്ര ആരംഭിക്കുന്നത് അവന് അനുഭവപ്പെടും. ഈ അധ്യായം മക്കിയാണോ മദനിയാണോ മനസ്സിലാകുന്നത് രണ്ടും കൂടിക്കലർന്നതാണ് എന്നാണ്. കാരണം ഈ അധ്യായത്തിൽ ഒരുപാട് മക്കിയ സൂറകളിലെ വിഷയങ്ങളുണ്ട്, മക്കിയ സൂറകളുടെ അന്തരീക്ഷമുണ്ട്. അതോടൊപ്പം മദനിയയുടെ ചില ഭാഗങ്ങളൊക്കെ മദനിയ സൂറകളുടെ അന്തരീക്ഷവുമുണ്ട്. നോക്കൂ, ഇതിലെ പ്രതിപാദ്യ വിഷയങ്ങളിൽ
ഏറ്റവും പ്രധാനമായത് തൗഹീദാണ്, ശിർക്കിനോടുള്ള നിരാകരണമാണ്, ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള ബോധമുണ്ടാക്കലാണ്, പുനരുജ്ജീവിതത്തെ സ്ഥാപിക്കലാണ്. ഇത് യഥാർത്ഥത്തിൽ മക്കിയ സൂറകളുടെ വിഷയമാണല്ലോ. അതോടൊപ്പം മദനിയ സൂറകളിലെ വിഷയമായ യുദ്ധത്തിന് വേണ്ടിയുള്ള അനുവാദം, ഇസ്ലാമിക ചിഹ്നങ്ങളുടെ സംരക്ഷണം, ജിഹാദിന് വേണ്ടിയുള്ള കൽപ്പന, ഇതൊക്കെയുണ്ട്. ഈ അധ്യായം അവതരിക്കുന്ന പശ്ചാത്തലം അത് കഴിഞ്ഞ അധ്യായങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്. നബിയുടെ മക്ക ജീവിതത്തിൻ്റെ അവസാന ഘട്ടം, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഘട്ടം. ഒന്നുകൂടി പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ബലഹീനതക്കും ശാക്തീകരണത്തിനും ഇടയിലുള്ള ഒരു പരിവർത്തന ഘട്ടം. ആ ഘട്ടത്തിലാണ് ഈ അധ്യായം അവതരിക്കുന്നത്. അതൊരു വല്ലാത്ത ഘട്ടമായിരുന്നു. ബലഹീനതയിൽ നിന്ന് ശക്തി കിട്ടിയാണ് നബി മദീനയിലേക്ക് പോകുന്നത്. മദീനയിലാണ് ആ ശക്തി പരിപൂർണമാകുന്നത്. അവിടെയാണ് നബിയുടെ ഒരു ഇസ്ലാമിക സമൂഹത്തെ വളർത്തിയെടുക്കുന്നത്. നമ്മൾ ആലോചിക്കണം, ഏതായിരുന്നു ആ സമയം എന്ന്. മുസ്ലിമീങ്ങൾ മക്കയിൽ നാട്ടപ്പെട്ട സമയമാണ്. അവർ വല്ലാതെ ഉപദ്രവിക്കപ്പെട്ടിരുന്നു. മസ്ജിദുൽ ഹറമിൽ നമസ്കരിക്കാൻ പോലും അവർക്ക് സാധിച്ചിരുന്നില്ല. ഹജ്ജും ഉംറയും അവരുദ്ദേശിക്കുന്ന രൂപത്തിൽ ചെയ്യാൻ പറ്റാത്തതിൽ കഠിന വേദന ഉണ്ടായിരുന്നു അവർക്ക്. ആ സന്ദർഭത്തിലാണ് സൂറത്തുൽ ഹജ്ജ്, അതാണ് അതിൻ്റെ അവതരണ പശ്ചാത്തലം. അതുകൊണ്ടാണ് ഈ അധ്യായത്തിൽ യുദ്ധത്തെക്കുറിച്ചുള്ള പരാമർശമുള്ളത്, സ്വയം പ്രതിരോധിക്കുന്നതിനെക്കുറിച്ചുള്ള പരാമർശമുള്ളത്. അഥവാ ഒന്നുകൂടി പറഞ്ഞാൽ, ശാന്തമായ ദാവത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് ഒട്ടും ശാന്തമല്ലാത്ത ഒരന്തരീക്ഷത്തിലേക്കുള്ള പറിച്ചു നടൽ ഈ സൂറയിൽ കാണാം. അതെ, അക്രമങ്ങളില്ലാത്ത, യുദ്ധങ്ങളില്ലാത്ത ഒരന്തരീക്ഷത്തിൽ നിന്ന് യുദ്ധവും പ്രതിരോധവുമൊക്കെ ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതിക്കാവശ്യമാണ് എന്ന് ഒരു പ്രത്യേക ഘട്ടത്തിൽ, അഥവാ ശാക്തീകരണം ലഭിച്ച ഒരു ഘട്ടത്തിൽ ഈ അധ്യായം പ്രഖ്യാപിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ അധ്യായത്തിൽ കാണാവുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകളെക്കുറിച്ച്. ആയത്തുകളിൽപ്പെട്ടതാണ് കഅബ, ദൃഷ്ടാന്തങ്ങൾ, അടയാളങ്ങൾ. കഅബയെക്കുറിച്ച് പറയുന്നുണ്ട്. പവിത്രമായ ഭവനം, അതാണ് കഅബ. അതാർക്കും മാത്രമുള്ളതല്ല, മറിച്ച് അത് ബൈത്തുള്ളയാണ്. അള്ളാഹുവിനെ ഏകനായി കാണുന്ന, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന എല്ലാവർക്കും ഉള്ളതാണ് കഅബ. സത്യത്തിൽ മുസ്ലിമീങ്ങൾക്ക് വലിയ സന്തോഷമുള്ള വാക്കുകളാണ് അതൊക്കെ. അപ്പോൾ തിരസ്കരണത്തിനിടയിലും പീഡനത്തിൻ്റെയും അനീതിയുടെയും മൂർധന്യത്തിൽ മനസ്സുകൾക്ക് ആശ്വാസവും ഉറപ്പും ആവശ്യമായിരുന്നു. തസ്ബീത്തും യഖീനും, അതാണ് ഈ അധ്യായം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ അധ്യായത്തിൽ ഖിയാമത്ത് നാളിനെക്കുറിച്ച്, പുനരുദ്ധാനത്തെക്കുറിച്ച്, പ്രതിഫലത്തെക്കുറിച്ചൊക്കെ ധാരാളമായി പറയുന്നുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ്റെ മനസ്സുകൾക്ക്, ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടാൻ അതാവശ്യമാണ്. ഒരു പരലോകമുണ്ട്, അവിടെ ഒരു വിചാരണയുണ്ട്, അവിടെ രക്ഷയും ശിക്ഷയും ഉണ്ട് എന്നൊക്കെ കേൾക്കുന്നത് തന്നെ മർദ്ദിത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സമാധാനമാണല്ലോ. അതാണ് ഈ സൂറയിലെ പ്രതിപാദ്യ വിഷയങ്ങൾ. നമ്മൾ പറഞ്ഞു, ഒറ്റവാക്കിൽ നമ്മൾ പറഞ്ഞു, മക്കി സൂറകളുടെയും മദനി സൂറകളുടെയും വിഷയങ്ങൾ ഇതിലുണ്ട് എന്ന്. അതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. എന്നാൽ ഈ സൂറക്ക് ഒരു പ്രത്യേകമായ ലക്ഷ്യമുണ്ട്, ഒരു പ്രത്യേകമായ മഖ്സദുൻ ഖാസ്. അതെന്താ? അത് തഹ്ഖീഖു തഖ്വ ഫിൽ ഖുലൂബ് എന്നതാണ്. മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ തഖ്വയെ പരിപൂർണമാക്കുക, എന്നിട്ട് ഫസാദുകളിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തുക. തഖ്വ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഫസാദുകളിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് കാണാം, ഈ സൂറയിലെ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹു തഖ്വയെക്കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹുവിനെ
മഹത്വപ്പെടുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ജീവനുള്ള ഹൃദയമുണ്ടാകുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ വചനം തന്നെ ആരംഭിക്കുന്നിടത്ത് തഖ്വയാണല്ലോ. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും. 32-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് ദാലിക വമൻ യുഅള്ളിം ശഅഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അവിടെയും തഖ്വ വന്നു. 37-ാമത്തെ വചനത്തിലുണ്ട് ലൻ യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഹുഹാ വലകിൻ യനാലുഹു തഖ്വ മിൻകും. 46-ാമത്തെ വചനത്തിൽ അത്ഭുതകരമായ ഒരു വാക്ക് പറയുന്നുണ്ട്. അഫലം യസിറൂ ഫിൽ അർദ്, ഭൂമിയിലൂടെ എന്തേ നിങ്ങൾ സഞ്ചരിക്കാത്തത്? ഭൂമിയിലൂടെ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന ഹൃദയങ്ങളും കേൾക്കുന്ന കാതുകളും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പറയുന്നു. ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലകിൻ തഅമൽ ഖുലൂബ് അല്ലത്തി ഫിസ് സുദൂർ. അവിടെ കൽബിനെ കുറിച്ച് പറഞ്ഞു. കണ്ണുകൾക്കല്ല യഥാർത്ഥത്തിൽ അന്ധത ബാധിക്കുന്നത്. കണ്ണുകളുടെ അന്ധതയല്ല, ഹൃദയങ്ങൾക്കാണ് സത്യത്തിൽ അന്ധത ബാധിക്കുന്നത്. ഇങ്ങനെ തഖ്വയെക്കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ അധ്യായത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് മൗദൂഉ സൂറ മനാസിലുസ് സൈർ ഇലല്ലാഹ്. അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്. അള്ളാഹുവിലേക്കുള്ള യാത്രയുടെ ഘട്ടങ്ങളാണ് ഈ അധ്യായത്തിൻ്റെ പ്രമേയം. ഒരു തടസ്സവുമില്ലാതെ അള്ളാഹുവിലേക്കുള്ള യാത്ര ഘട്ടം ഘട്ടമായി. എല്ലാ മനുഷ്യരും അള്ളാഹുവിൻ്റെ സർവശക്തനായ അള്ളാഹുവിൻ്റെ മഹത്വത്തിലും അവൻ്റെ സൗന്ദര്യത്തിലും അവൻ്റെ കാരുണ്യത്തിലും അവൻ്റെ ശിക്ഷയിലുമൊക്കെ ലക്ഷ്യമാക്കിയാണ് യാത്ര ചെയ്യുന്നത്. ആ യാത്രയുടെ വിവിധ ഘട്ടങ്ങൾ അതാണ്. എന്തുകൊണ്ട് ഈ അധ്യായത്തിന് ഹജ്ജ് എന്ന് പേര് കിട്ടി? പെട്ടെന്ന് പറയാവുന്നൊരു ഉത്തരം ഹജ്ജിനെ കുറിച്ചുള്ള പരാമർശം ഈ അധ്യായത്തിലുണ്ട് എന്നതാണ്. എന്നാൽ അത് മാത്രമല്ല, ഹജ്ജിനെ കുറിച്ചുള്ള കുറച്ച് പരാമർശമേ ഉള്ളൂ. അൽ ബഖറയിൽ കുറേ കഴിഞ്ഞു പോയല്ലോ. മറിച്ച് ഹജ്ജ് എന്താ? ഹജ്ജ് ഒരു തീർത്ഥയാത്രയാണ്. സാധാരണ യാത്രക്ക് ഹജ്ജ് എന്ന് പറയില്ല, ഒരു തീർത്ഥയാത്ര, പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിലേക്കുള്ള യാത്ര. ഈ അധ്യായവും സത്യത്തിൽ അത്തരത്തിലുള്ള ഒരു യാത്രയാണ്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത്, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞതുപോലെ മനാസിലുസ് സൈർ ഇലല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള യാത്രയുടെ വ്യത്യസ്ത ഘട്ടങ്ങൾ. അതാണ് സത്യത്തിൽ ഇത്. നോക്കൂ, ഇവിടെ ഒരു മുസ്ലിം വ്യക്തിത്വം നിർമ്മിക്കുന്നതിൽ, രൂപപ്പെടുത്തുന്നതിൽ ഹജ്ജിൻ്റെ പങ്ക് വളരെ വലുതാണ്. നമ്മൾ പറഞ്ഞല്ലോ ഹജ്ജ് ഒരു പാഠശാലയാണ്. ഹജ്ജ് മുസ്ലിമിനെ പരിശീലിപ്പിക്കുന്നത് ഇഖ്ലാസും ആദ്യത്തെ പരിശീലനം അതാണ്. നമ്മുടെ നെയ്യത്ത് ഇഖ്ലാസ് ഉള്ളതായിരിക്കണം, അള്ളാഹുവിന് വേണ്ടി ഒഴിഞ്ഞിരിക്കണം. അതാണ് ഹജ്ജിലുള്ളത്. മനുഷ്യനെ അതോടൊപ്പം വല്ലാത്ത വിനയം പഠിപ്പിക്കുന്നു മനുഷ്യനെ ഹജ്ജ്. കാരണം എല്ലാവരും ഒരേ മാതിരിയാണ് അവിടെ. ധനികനും ദരിദ്രനും, ശക്തവാനും ദുർബലനും, അധികാരമുള്ളവനും ഇല്ലാത്തവനുമൊക്കെ ഒരേ രൂപം, ഒരേ വസ്ത്രം, ഒരേ സ്ഥലം. ഇതിലൂടെ മനുഷ്യൻ വലിയ വിനയമുള്ളവനായി മാറുന്നു. അതോടൊപ്പം തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ ഹജ്ജ് പഠിപ്പിക്കുന്നു. ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ് എന്ന് പറഞ്ഞു. ഹജ്ജിൽ കോപമില്ല, തർക്കമില്ല, തോന്യാസങ്ങളില്ല. മറിച്ച് വരുന്ന കോപത്തെയൊക്കെ പിടിച്ചു വെക്കണം. അതാണ് മനസ്സിനെ കടിഞ്ഞാനിടുക എന്ന് പറഞ്ഞത്. അതോടൊപ്പം ഹജ്ജ് മനുഷ്യരെ മുസ്ലിം ഉമ്മത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ പഠിപ്പിക്കുന്നു. സമൂഹവുമായുള്ള ഐക്യമാണ് ഹജ്ജ്. അത് വ്യക്തി എന്നതിൽ നിന്ന് സമൂഹത്തിൻ്റെ ചൈതന്യത്തിലേക്കും ഐക്യത്തിലേക്കും കൂട്ടായ ഉത്തരവാദിത്ത ബോധത്തിലേക്കും ഹജ്ജ് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നു. ചുരുക്കത്തിൽ ഹജ്ജ് സമർപ്പണമാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സമർപ്പണം. എന്തിന്? തഖ്വയിലേക്കെത്താൻ വേണ്ടി. തഖ്വയിലേക്കെത്താൻ വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സമർപ്പണം. രഹസ്യമായും പരസ്യമായും അള്ളാഹുവിന് തഖ്വയുള്ളവരായി ജീവിക്കുന്നവരാകണം നാം. അതാണ് പരമപ്രധാനമായ വിഷയം. അപ്പോൾ
ഹജ്ജിനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഇതിന് ഹജ്ജ് എന്ന പേര് കിട്ടാൻ കാരണമായത് എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? അല്ലാത്തൊരുപാട് കാരണങ്ങൾ. അത് ഈ സൂറ തന്നെ യഥാർത്ഥത്തിൽ മനുഷ്യനെ ഒരു തീർത്ഥയാത്രയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ തീർത്ഥയാത്ര എന്തിനാണെന്ന് ചോദിച്ചാൽ തഖ്വ അരക്കിട്ടുറപ്പിക്കാൻ. മനുഷ്യൻ്റെ ഹൃദയത്തിൽ തഖ്വ അരക്കിട്ടുറപ്പിക്കേണ്ടതുണ്ട് എന്നാണ് പഠിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? സത്യത്തിൽ ഹജ്ജ് തന്നെയാണല്ലോ ഇബാദത്തുകളിൽ മനുഷ്യന്, വിശ്വാസിക്ക് തഖ്വ പരിശീലിപ്പിക്കുന്ന ഒരു കർമ്മം ഹജ്ജ് തന്നെയാണല്ലോ. മനസ്സിലായില്ലേ? നോക്കൂ, എന്തുകൊണ്ട് ഹജ്ജിന് ഹജ്ജ് എന്ന് പേര് കിട്ടി? ഹജ്ജൊരു ഒരുമിച്ച് കൂടലാണ് അല്ലേ? ഒന്നുകൂടി പറഞ്ഞാൽ ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂടുന്നതിൻ്റെ ഒരു കൊച്ചു രൂപമാണ് അറഫയിലും മിനയിലും ഒക്കെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ അധ്യായം ആരംഭിക്കുന്നത് ഖിയാമത്തിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ്. ധാരാളമായി പരലോകത്തെക്കുറിച്ചുള്ള പരാമർശം ഈ അധ്യായത്തിലുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു ബന്ധമുണ്ട്. അതോടൊപ്പം ഈ ഹജ്ജ് എന്ന് പേര് കിട്ടുമ്പോൾ, ഹജ്ജ് നമുക്കറിയാം ഒരു ഇബാദത്തിൻ്റെ പേരാണ്. ഒരു ഇബാദത്തിൻ്റെ പേരുള്ള ഏക അധ്യായം ഈ അധ്യായമാണ്. ഇബാദത്തിൻ്റെ പേരുള്ള ഏക അധ്യായം ഈ അധ്യായമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഹജ്ജ് എന്ന പേരിലൂടെ ഈ അധ്യായം ഖിയാമത്ത് നാളിനെ കുറിച്ച് ഒരടിമയെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഹജ്ജ് ഖിയാമത്തിനെ അനുസ്മരിപ്പിക്കും എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഉദാഹരണം, ഹാജി തൻ്റെ വസ്ത്രം ധരിച്ച് ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ധരിക്കുമ്പോൾ, വെള്ള ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുമ്പോൾ, അവൻ്റെ സകലമാന ഉടയാടകളും അഴിച്ചു വെക്കുമ്പോൾ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? അവൻ്റെ അവസാന യാത്രയിലെ വസ്ത്രമാണ്, കഫൻ പുടവയാണ്. കഫൻ പുടവയുടെ അതേ വസ്ത്രമാണ് അവൻ അണിയുന്നത്. അഥവാ അവൻ പ്രഖ്യാപിക്കുകയാണ് മരണമെന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള യാത്രയുടെ ആരംഭമായിരിക്കും എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹജ്ജിൻ്റെ ഓരോ ഘട്ടവും അങ്ങനെ. അറഫയിൽ നിൽക്കുമ്പോൾ മില്യൺ കണക്കിന് ആളുകളുടെ ഒപ്പം അറഫയിൽ ഒരേ സ്ഥലത്ത് നിന്ന് അവർ പ്രാർത്ഥിക്കുന്നു, കരയുന്നു, ആഗ്രഹിക്കുന്നു. അവിടെ ആരും തമ്മിൽ വ്യത്യാസമില്ല. രാജാവും പ്രജയും തമ്മിലോ, മന്ത്രിയും അനുയായികളും തമ്മിലോ, ധനികനും ദരിദ്രനും തമ്മിലോ ഉള്ള വ്യത്യാസമില്ല. എല്ലാവരും അവിടെ നിൽക്കുന്നു. എങ്ങനെ നിൽക്കുന്നു? എങ്ങനെയായിരിക്കുമോ പരലോക ദിവസം മഹ്ശറിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാവരും നിൽക്കുന്നത് അതുപോലെ. സുബ്ഹാനല്ലാഹ്. അവിടെ ഒറ്റ ചിന്തയുള്ളൂ, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കൊതിക്കും, അദാബിനെ കുറിച്ചുള്ള ഭയമുണ്ടാവും. ആ ചിന്തയിലായിരിക്കും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പരാമർശിച്ചത്, അറഫ ആ മഹാദിവസത്തെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഖിയാമത്ത് നാളിൽ നിൽക്കുന്ന നൃത്തത്തെ, വിചാരണയ്ക്ക് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന നൃത്തത്തെ അറഫ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നു എന്ന്. ഇനി അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് പോയാലോ? മുസ്ദലിഫയിൽ രാത്രി താമസിക്കുകയാണ്. എവിടെ? മണൽക്കൂരയ്ക്ക് മുകളിൽ. ഒരു തരം റാഹത്തുമില്ല, ഒരു തരം സമാധാനവുമില്ല. എന്താണ് ഓർമ്മിപ്പിക്കുന്നത്? നമ്മളുടെ ഖബറിനെയാണ് മുസ്ദലിഫ ഓർമ്മിപ്പിക്കുന്നത്. ഖബറിനെയാണ് മുസ്ദലിഫ ഓർമ്മിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഓരോന്നും. അത് കഴിഞ്ഞ് ഹദീ അറുക്കുമല്ലോ. ഹജ്ജിൻ്റെ അറവാണ് ഹദീ എന്ന് പറഞ്ഞത്. അതിലൂടെ അവൻ്റെ മുഴുവൻ ഇച്ഛകളെയും അറുത്ത് കളയുകയാണ്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒന്നും വേണ്ട എനിക്ക്. ചുരുക്കത്തിൽ ഈ രീതിയിൽ ഒരു വിശ്വാസിയുടെ സമർപ്പണ ബോധത്തെ ഉണർത്തുകയാണ്, വളർത്തുകയാണ്. ഇനി സഫയിലും മർവയിലും ഓടുമ്പോഴോ? സുബ്ഹാനല്ലാഹ്. അവിടെ സത്യത്തിൽ ആ സഫയിലും മർവയിലുള്ള ഓട്ടം ഓടുമ്പോൾ ഒരു വിശ്വാസിയുടെ ഉള്ളിൽ വരുന്ന വികാരം ബേജാറാണ്. ഖിയാമത്ത് നാളിലെ ബേജാർ. എൻ്റെ അമലുകൾ സ്വീകരിച്ചിട്ടുണ്ടാവുമോ, തള്ളുവോ, ആ ബേജാർ. സുബ്ഹാനല്ലാഹ്. ഇതാണ് ഈ അധ്യായവും യഥാർത്ഥത്തിൽ. ന്യായവിധി ദിനത്തിൽ മനുഷ്യൻ സ്വീകരിക്കപ്പെടുമോ നിരസിക്കപ്പെടുമോ എന്നറിയാതെ പരിഭ്രാന്തിയിലായത് ഓർക്കുക. അങ്ങനെ ആവും മനുഷ്യൻ. ഈ ജീവിതം മുഴുവൻ അള്ളാഹുവിലേക്കുള്ളൊരു ഓട്ടമാണ്.
അവൻ്റെ അനുസരണത്തിൽ ഒരു പോരാട്ടവും പരിശ്രമവുമാണ്. ഇവിടെ അധ്വാനിക്കുന്ന ആർക്കും അവിടെ വിശ്രമം ലഭിക്കും. അതാണ് കാബയെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ അവൻ്റെ ലക്ഷ്യത്തിന് ചുറ്റുമാണ് പ്രദക്ഷിണം ചെയ്യുന്നത്. തൻ്റെ ജീവിതത്തിൽ അള്ളാഹുവാണ് കേന്ദ്രബിന്ദു എന്ന് അവൻ ഓർക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. ഇതാണ് സത്യത്തിൽ ഹജ്ജ്. നോക്കൂ, നമുക്കറിയാം ഖിയാമത്ത് നാളിൻ്റെ ഭയാനകതയിൽ നിന്ന് ആരും രക്ഷപ്പെടുകയില്ല. ആരൊഴികെ? ഹജ്ജ് ഈ അധ്യായം മനുഷ്യനവൻ്റെ ജീവിത പാഥേയത്തിനുള്ള മാർഗമാക്കുന്നതിനൊഴികെ. നമുക്കറിയാം അവിടെ അള്ളാഹുവിൻ്റെ ആ പ്രത്യേകമായ ലോകത്ത് അവിടെ സമ്പത്തിനോ സ്ഥാനമാനങ്ങൾക്കോ ഒന്നും യാതൊരു മൂല്യവുമില്ല. അതന്നെ അല്ലേ? ജംറയിൽ കല്ലെറിയുമ്പോൾ നമ്മൾ എന്താ പ്രഖ്യാപിക്കുന്നത്? ഞാൻ എൻ്റെ കൂടെയുള്ള എല്ലാ ശൈത്താന്മാരെയും കല്ലെറിഞ്ഞ് നശിപ്പിച്ചിരിക്കുന്നു എന്നാണ് അല്ലേ? ഇങ്ങനെ ഓരോന്നും. അപ്പം ചുരുക്കത്തിൽ ഹജ്ജിൻ്റെ കർമ്മം എന്താണോ അതാണ് ഈ സൂറയും. ഹജ്ജിൻ്റെ കർമ്മം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ മനസ്സിലാക്കിയാലും അത് നിലവിലുള്ള വസ്ത്രം മാറ്റലാണ്, എല്ലാവരും ഒരു പ്രത്യേക വസ്ത്രം ധരിക്കലാണ്, യാത്രയാണ്, അറഫയിലും മിനയിലുമൊക്കെ നിൽക്കലാണ്, അവിടെയൊക്കെ കണ്ണുനീരൊലുക്കി പ്രാർത്ഥിക്കലാണ്, എനിക്കൊരു വിചാരണ ഉണ്ടാകുമെന്ന ബോധത്തോടു കൂടി ഒരു വിചാരണ സദസ്സിൽ ഒരുമിച്ച് കൂടുന്നത് പോലെ അറഫയിൽ ഒരുമിച്ച് കൂടലാണ്, ഇങ്ങനെ ശുദ്ധീകരിക്കലാണ്, അങ്ങനെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ തിരിച്ചു വരലാണ്. ഇതാണ് സത്യത്തിൽ ഹജ്ജ് കർമ്മങ്ങളുടെ മുഴുവൻ ക്രമവും ഇതാണ്. അതിൽ കുടുംബത്തിൽ നിന്ന് വേർപിരിയുന്നു, യാത്ര പോകുന്നു, അറഫയിലും മിനയിൽ നിൽക്കുന്നു, കണ്ണീരൊലിപ്പിക്കുന്നു, ആത്മവിചാരണ നടത്തുന്നു, അതിലൂടെ പശ്ചാത്താപം നടത്തി അവൻ ശുദ്ധീകരിക്കപ്പെടുന്നു. ഈ അർത്ഥങ്ങൾ ഗ്രഹിക്കുന്നവൻ ഹജ്ജിൽ നിന്ന് മടങ്ങുന്നത് ഒരു വല്ലാത്ത ഹൃദയത്തോടെയായിരിക്കും. അല്ല, വളരെ കൃത്യമായി പറഞ്ഞാൽ അള്ളാഹുവിനെ കാണാൻ തയ്യാറായ ആത്മാവോടുകൂടിയാണ് അവൻ മടങ്ങുക. അള്ളാഹു അതിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണം. ഞാനിത് ഇത്രയും പറഞ്ഞു വെച്ചത് നമുക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ പഠിക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.